മലയാളികളേറെയുള്ളൊരു രാജ്യം. ഈ രാജ്യത്ത് 7 പേരെ എടുത്താൽ അതിലൊരാൾ കോടീശ്വരനായിരിക്കും. കയ്യിൽ നയാ പൈസ ഇല്ലാത്ത നമ്മുടെ അവസ്ഥയിൽ ഇതൊക്കെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടെയൊക്കെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ, അല്ലേ? പക്ഷേ എങ്ങനെയാണ് ഇവരൊക്കെ സമ്പന്നരായി മാറിയത് എന്ന് കേട്ടാൽ തീർച്ചയായും ആ സമ്പത്ത് നമുക്കും ഉണ്ടാക്കാനുള്ള വഴി അതിലുണ്ട്. നമുക്ക് സുപരിചിതമായ മലയാളികൾ നിരവധിയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള രാജ്യത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. സ്വിറ്റ്സർലാൻഡ് എല്ലാവരും കേട്ട് കാണും. സ്വിറ്റ്സർലാൻഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലോടി വരിക സ്വിസ് ബാങ്ക് ആവും, കള്ളപ്പണം ഒഴുക്കുന്ന ബാങ്ക്. ചോക്ലേറ്റുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ വിവിധ തരം വൈവിധ്യമായ ചോക്ലേറ്റുകളുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രമുഖരുടെ അളവറ്റ സ്വത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് സ്വിസ് ബാങ്കുകൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടറിവുള്ളതുമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ചോക്ലേറ്റ് ഹബ്ബ്, മനോഹരമായ പ്രകൃതി എന്നിങ്ങനെ നീളുന്നു സ്വിറ്റ്സർലാൻഡിന്റെ വലിയ പ്രത്യേകതകൾ. ഇതിനെല്ലാം പുറമെ ശ്രദ്ധേയമായ എണ്ണം കോടീശ്വരന്മാരുള്ള ഒരു പ്രധാന ആഗോള സാമ്പത്തിക കേന്ദ്രം കൂടിയാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ്. അടുത്തിടെ ഒരു സംരംഭകനായ ദർശൻ സ്വിറ്റ്സർലാൻഡിനെ കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് പ്രകാരം സ്വിറ്റ്സർലാൻഡിലെ 7 മുതിർന്നവരിൽ ഒരാൾ കോടീശ്വരനാണ് എന്നുള്ളതാണ്. ഇത് US ഉള്ളതിനേക്കാൾ 5 ഇരട്ടി കൂടുതലാണെന്നുള്ളതാണ് അറിവ്. ഇതിന് ചില കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക തന്ത്രങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. സ്വിറ്റ്സർലാൻഡിലുള്ളവർ വീടിന്റെ ഉടമസ്ഥതയേക്കാൾ നിക്ഷേപത്തിന് മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മുടെ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് വീടുണ്ടാക്കുക, വലിയ കൊട്ടാരങ്ങൾ പണിയുക എന്നുള്ളത്. പക്ഷെ അവിടെ അത്തരത്തിൽ അല്ല. അവർ വീടിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്കുള്ള നിക്ഷേപങ്ങൾക്കാണ്. US മുതിർന്നവരിൽ 65% പേർക്കും സ്വന്തമായി വീടുള്ളപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ പ്രായപൂർത്തിയായവരിൽ 41% പേർക്ക് മാത്രമേ സ്വന്തമായി വീടുള്ളൂ. പല സ്വിസ് കോടീശ്വരന്മാരും ഇന്നും വാടക വീടുകളിലാണ് താമസിക്കുന്നത് എന്ന് സാരം. ഇവർ വീടുകൾക്കായി വലിയ ചിലവഴിക്കലുകളൊന്നും തന്നെ നടത്തുന്നില്ല. മറിച്ച് ഈ തുക ഉയർന്ന വരുമാനമുള്ള നിക്ഷേപങ്ങളിൽ ഇടുന്നു. ഇത് അവരുടെ സമ്പത്ത് വേഗത്തിൽ വളരാൻ സഹായിക്കുന്നു. അച്ചടക്കമുള്ള സാമ്പത്തിക രീതി പിന്തുടരുന്നവരാണ് ഈ സ്വിസ് കുടുംബങ്ങൾ. അതായത് ചെലവുകൾക്ക് ശേഷം ബാക്കിയുള്ള തുക നിക്ഷേപിക്കുന്നതിന് പകരം ഇവർ വരുമാനത്തിന്റെ 20-30% നിക്ഷേപിച്ച ശേഷം മാത്രം ചെലവുകൾക്കായി ഉപയോഗിക്കുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ചെലവ് കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ബാക്കി നിക്ഷേപത്തിനായി എടുക്കുക. പക്ഷേ ഇവർ ചെയ്യുന്നത് നിക്ഷേപിച്ചതിനു ശേഷം മാത്രം അതിൽ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ചെലവുകൾക്കായി നീക്കിവെക്കുക. ഇതിൽ മാത്രമേ ചെലവുകൾ നടത്തൂ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിദ്യാഭ്യാസമാണ്. മറ്റൊരു പ്രധാന ഘടകം. സ്വിസ് ജനത അവരുടെ വാർഷിക വരുമാനത്തിന്റെ 5 മുതൽ 10% വ്യക്തിഗത വളർച്ചയ്ക്കായി നിക്ഷേപിക്കുന്നുണ്ട്. ഭാഷകളിലെ കഴിവുകൾ, സാങ്കേതിക വിദ്യ, സാമ്പത്തിക സാക്ഷരത എന്നിവ മൂല്യവത്തായ നിക്ഷേപങ്ങളായി ഇവർ എപ്പോഴും കാണുന്നു. അത്തരത്തിലുള്ള ഉയർന്ന ചിന്താഗതികളും പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഇവരിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെയാണ് മൾട്ടി ബാങ്ക് സമീപനം വഴിയാണ് സ്വിസ് കോടീശ്വരന്മാർ അവരുടെ പണം കൈകാര്യം ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ എളുപ്പത്തിനായി ഒരു ധനകാര്യ സ്ഥാപനത്തെ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന പലിശ നൽകുന്ന സ്ഥാപനത്തെ പരിഗണിക്കുന്നു. എന്നാൽ സ്വിസ് ജനത ദൈനംദിന ഇടപാടുകൾക്കായി പ്രാദേശിക ബാങ്കുകളും വ്യക്തിഗത സമ്പദ് മാനേജ്മെന്റിനായി സ്വകാര്യ ബാങ്കുകളും വിദേശ വിനിമയത്തിനും ആഗോള നിക്ഷേപത്തിനും അന്താരാഷ്ട്ര ബാങ്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രധാന അടുക്കും ചിട്ടയോടുമുള്ള സാമ്പത്തിക വിനിയോഗവും സാമ്പത്തിക അച്ചടക്കവും, വരുമാനം നോക്കി മാത്രം ചിലവ് ഒരൽപ്പം മാത്രം ചെലവഴിച്ച ബാക്കിയെല്ലാം നിക്ഷേപ തുകയായി വയ്ക്കുന്ന ഒരു മനോഭാവവുമാണ് സ്വിസ് ജനതയെ വലിയ ഉയരങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ച അത്രത്തോളം ഉയരങ്ങളിൽ എത്തിച്ചതെന്നുള്ളതാണ് ഇവർ വിലയിരുത്തുന്നത്.